പുതുക്കിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നതോടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്താനുള്ള തിരക്കിലാണ് ചെറുകിട കച്ചവടക്കാർ. കൂടിയ നിരക്കിൽ വലിയ വിലക്കെടുത്ത് സാധനങ്ങൾ ചെറിയ വിലയിൽ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എങ്ങനെയാണ് അത് പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. സംസ്ഥാനങ്ങളിലെ GST ഓഫീസുകൾക്ക് കേന്ദ്ര നിർദ്ദേശം വന്നിട്ടുണ്ട്. 54 ഇനങ്ങളുടെ വില നിരീക്ഷിച്ച് ഈ മാസം 30-നകം റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ തീരുമാനം. നോബൽ മാരിക്കാരനും അഭിജിത്ത് മുഴക്കുന്നും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബൽ, ഗുഡ് മോർണിംഗ്. നോബൽ, ഗുഡ് മോർണിംഗ് അഭിജിത്ത്. നോബൽ, GST നടപ്പാക്കാൻ തുടങ്ങിയ ആദ്യത്തെ ദിവസം പല പാളിച്ചകളും ഉണ്ടായി. സൂപ്പർ മാർക്കറ്റുകളും ചില മാളുകളും വളരെ കൃത്യമായി തന്നെ GST നിരക്കിളവ് പ്രാബല്യത്തിൽ വരുത്തി. കാരണം അവർക്കത് പിന്നീട് റിവേഴ്സ് ചെയ്ത് കിട്ടും. പക്ഷേ ഈ ചെറു കച്ചവടക്കാരുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ കാര്യമായ അപ്ഡേഷൻസ് നടന്നിട്ടില്ല. ഈ ആശയക്കുഴപ്പം പരിഹരിക്കാൻ കേന്ദ്രത്തിന്റെ നീക്കം എങ്ങനെയാണ്? അതിൽ കേന്ദ്ര നിരീക്ഷണം ശക്തമാകുമോ? കാര്യം ഇതിന്റെ ഒരു സാഹചര്യം മുതലെടുത്ത് ചിലർ പറ്റിക്കാൻ സാധ്യതയുണ്ട്. നോബൽ, അരുൺ, വളരെ ഗൗരവത്തോടെയാണ് ഈ GST പരിഷ്കരണത്തെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ കേന്ദ്രത്തിന്റെ നിരീക്ഷണം ഈ വിഷയത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. കാരണം പല ഉൽപ്പന്നങ്ങൾക്കും നേരത്തെ സൂചിപ്പിച്ചത് തന്നെ വലിയ വൻകിട സൂപ്പർ മാർക്കറ്റുകൾക്ക് ഇക്കാര്യത്തിൽ അത് അനായാസം അവർക്ക് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല അവർക്ക് പിന്നീട് റിവേഴ്സ് അതിന്റെ നഷ്ടം ലഭിക്കുകയും ചെയ്യും. പക്ഷേ ചെറുകിട കച്ചവടക്കാർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലരും നേരത്തെ അലേക്ഷയുടെ സ്റ്റോറി പറഞ്ഞതുപോലെ പല ആളുകളും മുൻപ് വലിയ പൈസയ്ക്ക് എടുത്തു വെച്ച സാധനങ്ങൾ വില കുറച്ച് വിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ നഷ്ടം ആര് നികത്തും എന്ന ചോദ്യം അവർക്ക് മുന്നിൽ വലിയ പ്രസക്തമാണ്. പക്ഷേ ഇതിൽ കേന്ദ്ര സർക്കാർ ഒരു വ്യക്തത ഇപ്പോഴും വരുത്തിയിട്ടില്ല എന്നും അവരെ അലട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പല കമ്പനികളും ഈ സാധനങ്ങളുടെ വലിപ്പം കൂട്ടിയോ അല്ലെങ്കിൽ ഭാരം കൂട്ടിയോ വില കുറയ്ക്കാത്ത സാഹചര്യത്തിലേക്ക് പോകും എന്നൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ പലരും നടത്തിയത്. പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ KN ബാലഗോപാൽ അടക്കമുള്ളവർ അത്തരത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിലേക്ക് അതീവ ഗൗരവത്തോടെ ഈ വിഷയം മൊത്തം നിരീക്ഷിക്കുക എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ മാസം 30-നകം തന്നെ 54 അവശ്യ ഇനങ്ങൾ, പ്രത്യേകിച്ച് അതിൽ മരുന്നുകൾ ഉൾപ്പെടും, അതോടൊപ്പം തന്നെ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ ഏതെല്ലാം സാധനങ്ങൾക്ക് വില കുറയുമോ അല്ലെങ്കിൽ വില കൂടുമോ അത്തരത്തിലുള്ള സാധനങ്ങളുടെ എല്ലാം കൃത്യമായ വില വിവരങ്ങൾ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം സംസ്ഥാന GST ഓഫീസുകൾക്ക് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ആ പരിശോധനയിൽ ഏതെങ്കിലും വസ്തുക്കൾ, പ്രത്യേകിച്ച് ഈ വില കുറയേണ്ടവയ്ക്ക് വില കുറയ്ക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അങ്ങനെയുള്ളവർക്കെതിരെ കർശനമായ നടപടിയും കേന്ദ്ര ശുപാർശ ചെയ്യുമെന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ മാസവും ഇതൊരു റിവ്യൂ ആയി ഉണ്ടാകും. കാരണം എല്ലാ മാസവും 20-ാം തീയതിക്ക് മുൻപ് ഇത്തരത്തിൽ വില കൂടിയതും കുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം സംസ്ഥാന GST ഓഫീസുകൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. കാരണം ഇന്നലെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണെങ്കിൽ പോലും ദില്ലിയിൽ പല കടകൾ സന്ദർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പ്രധാനമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാചാലനാകും നമ്മൾ കേട്ടത്. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇതൊരു അഭിമാന പ്രോജക്റ്റായി തന്നെയാണ്. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഗുണങ്ങൾ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ GST പരിഷ്കരണം നടപ്പാക്കിയതെന്ന് കേന്ദ്രം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അത് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ കൂടി കേന്ദ്രം ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ ഭാഗമായുള്ള റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിലേക്ക് എത്തും എന്നും അറിയാൻ കഴിയുന്നു. വരും. താങ്ക് യു നോബൽ. അഭിജിത്ത് മുഴക്കുന്ന കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന, ഇതെങ്ങനെയാണ് സംസ്ഥാനത്ത് കൃത്യമായിട്ട് ഇതിന്റെ ആനുകൂല്യം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അലി അക്ബർ ഷാ ആദ്യം റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഇടത്തരം കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ സാധാരണ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാർ, അതായത് സാധാരണക്കാരൊക്കെ ആദ്യം ചെന്നെത്തുക ഇതുപോലെയുള്ള സാധാരണ കടകളിലാണ്. അപ്പോൾ നിലവിൽ ഇന്നലെ മുതൽ ഈ GST പ്രാബല്യത്തിൽ വന്നു, GST മാറ്റം പ്രാബല്യത്തിൽ വന്നു എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ വന്നു. അതിനുശേഷം പലപ്പോഴും ഇത്തരം കടകളിലേക്കൊക്കെ എത്തുന്നവർ എന്തുകൊണ്ടാണ് ഈ നിരക്കിലൊരു വ്യത്യാസം ഉണ്ടാകാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ കടയിലുള്ളവർ തന്നെ പറയുന്നത് അവർ നേരത്തെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു തുകയിൽ മാത്രമേ, ആ ഒരു വിലയിൽ മാത്രമേ നമുക്കിപ്പോൾ കൊടുത്തു തീർക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്കൊപ്പം സലീംക ചേരുന്നുണ്ട്. സലീംക, നമ്മൾ നേരത്തെ എടുത്തു വെച്ച സ്റ്റോക്കാണ്, അപ്പോൾ പെട്ടെന്ന് ഈ വില കുറക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ? നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു 32 രൂപയ്ക്ക് എടുത്ത സാധനം ഞങ്ങൾക്ക് 32 കുറച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വലിയൊരു കടക്കാരനായിട്ട് മാറൂലേ? ഇത് പ്രധാനമായിട്ടും നമുക്ക് ഈ നിത്യോപയോഗ സാധനങ്ങളിൽ ചിലതിനൊക്കെ വില കുറയുന്നുണ്ട്. അതായത് ഈ സോപ്പ്, പേസ്റ്റ്, ഈ ഷാമ്പൂ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വില കുറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഈ മാറ്റം വരുന്നു എന്ന് പറയുന്നു. അപ്പം കടകളിലേക്കൊക്കെ എത്തുന്നവർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടോ മാറ്റത്തിൻ്റെ കാര്യം? ഇതുവരെ ആരും വന്നിട്ടില്ല, അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇൻഷാല്ലാ വരാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അറിയാമല്ലോ, ഇത് എല്ലാവർക്കും അറിയുന്നല്ലോ. 22-ാം തീയതി മുതൽ GST വരും. ഞങ്ങൾ അതിനനുസരിച്ച് കുറച്ച് സാധനങ്ങൾ ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് തീരുന്നവരെ ആ വിലക്ക് വെക്കും. ഇനി ഞങ്ങൾക്ക് തരുന്നവർ അതിൽ കുറച്ച് തരുമ്പോൾ ഞങ്ങൾ അതേമാതിരി തന്നെ കുറച്ചിട്ട്
ഓക്കെ, ജനങ്ങൾക്ക് കൊടുക്കാൻ പ്രാപ്തരാകും. ശരി, താങ്ക് യു അഭിജിത്ത്. നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകണം. അഭിജിത്താണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായല്ലോ. സംഭവം ആദ്യ ദിവസം നടപ്പാക്കിയതിലൊരു പാളിച്ച സംഭവിച്ചത് ചെറു കച്ചവടക്കാർക്ക് അവരുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാതെ പോയി. എന്നാൽ ഷോപ്പിംഗ് മാളുകളിലും മാർജിൻ ഫ്രീ മാർക്കറ്റിലുമുള്ളവർക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വന്നു. ഇന്നലെ മുതൽ തന്നെ നിരക്കിളവ് പ്രാബല്യത്തിലാണ്. അപ്പോൾ പുതിയ സ്റ്റോക്ക് വരുന്നത് വരെ ചെറിയ കച്ചവടക്കാർ, അതായത് GST രജിസ്ട്രേഷൻ ഇല്ലാത്ത കച്ചവടക്കാർ, അവർ ആ ഇളവ് നിങ്ങൾക്ക് തരാൻ സാധ്യതയില്ല. അത് കരുതി അവരുടെ അടുത്ത് പോയി ദേഷ്യപ്പെട്ട് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. അവർ പറയുന്നത് അവർക്ക് നഷ്ടം സംഭവിക്കുമെന്നാണ്. പക്ഷേ നമുക്കതിന് അവകാശമുണ്ട്. അതാണ് സർക്കാർ പറയുന്നത്. കേന്ദ്ര നിരീക്ഷണം ഉണ്ടാവും.